ഒരു മുസ്ലിം പെൺകുട്ടി പാകിസ്ഥാനിൽ നിന്ന് ഓടിയെടുത്ത് അതിന്റെ ആവശ്യമുണ്ട്. അല്ല, നിങ്ങൾ മറുപടി സഭയിൽ ചെന്ന് അതിനെതിരെ വോട്ട് ചെയ്ത് തോപ്പിച്ചിട്ട് വലിയ അഹങ്കാരത്തിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നു. ഡൽഹിയിൽ പെയ്യുന്ന മഴയ്ക്ക് ഇവിടെ കുടപിടിച്ചിട്ട് കാര്യമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ഇവിടുന്ന് എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞത്. സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ അവിടെ പാർലമെന്റിൽ എടുത്ത തീരുമാനങ്ങൾക്ക് ഇവിടെ പ്രമേയം പാസാക്കി ഇവിടെ ചുരുട്ടി എറിഞ്ഞിട്ട് പോയവരാണ്. അപ്പൊ അത് ഈ സമയത്ത് അങ്ങ് മാറിപ്പോയി അല്ലേ? പറഞ്ഞത് വാസ്തവത്തിൽ മേയർ കസേരയില് നമ്മുടെ DGP ഇരിക്കേണ്ടതായിരുന്നു. വനിതാ സംവരണം നിങ്ങൾ അത്രത്തോളം ഒരു മുസ്ലിം പെൺകുട്ടി പാകിസ്ഥാനിൽ നിന്ന് ഓടിയെടുത്ത് സുഷമ സ്വരാജിന്റെ അടുത്ത് വരണമെങ്കിൽ ആ വിദേശകാര്യ മന്ത്രിസ്ഥാനം സുരക്ഷിതമായിരിക്കുമെന്ന് നരേന്ദ്രമോദിക്ക് പൂർണ്ണമായി ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് അവിടെയാണ് നാരികൾ പൂജിക്കപ്പെടുന്നത്. ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയ ഇന്ത്യയെ നിങ്ങൾക്കറിയാം, 1987 കേരളം മൊത്തം മുഴങ്ങിയ ഒരു മുദ്രാവാക്യമുണ്ടായിരുന്നു. കേരം തിങ്ങും കേരള നാട്ടിൽ KR ഗൗരിയമ്മ മുഖ്യമന്ത്രി ആവട്ടെ. ആ KR ഗൗരിയമ്മ എവിടെയായെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. കുടുംബവാഴ്ചയ്ക്ക് മാത്രം സ്ഥാനം കൊടുക്കുന്ന പ്രതിപക്ഷം ഇപ്പോൾ എന്താണ് ചെയ്തത്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വരാനുള്ള സ്ത്രീകളുടെ വിശാലമായ ലോകത്തെയാണ് അവർ അടച്ചു കളഞ്ഞത്. ആ ബിൽ പാസാക്കാതെ ആയിരിക്കണം എന്നുള്ളത് പ്രതിപക്ഷത്തിന്റെ അജണ്ട തന്നെയായിരുന്നു. അത് 100% ഉറപ്പാണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. 50% സ്ത്രീകൾ ഇന്ത്യയിലുണ്ട്. 50% സ്ത്രീകളുടെ വോട്ട് കൊണ്ടാണ് ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ MP-മാരും മന്ത്രിമാരും ഉണ്ടാകുന്നത്. ആ 50% സ്ത്രീകൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകുക എന്നുള്ളതായിരുന്നു NDA ഉറപ്പു നൽകിയത്. ആ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു സംവരണ ബിൽ രാജ്യസഭയിൽ കൊണ്ടുവന്നത്. പക്ഷെ എന്താണ് അവിടെ നടന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ബില്ലിന്റെ ഗതി എന്തായെന്നും നിങ്ങൾക്ക് നന്നായിട്ടറിയാം. 50% സ്ത്രീകളുള്ള ഇന്ത്യ രാജ്യത്ത് അവർക്ക് അർഹമായ സ്ഥാനം നൽകുക എന്നുള്ള ചരിത്രപരമായ തീരുമാനമായിരുന്നു ഈ സംവരണ ബിൽ. ആ സംവരണ ബിൽ ഇപ്പോൾ മാറ്റിവെച്ചു എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരും BJP-യും ബിൽ പരാജയപ്പെട്ടെങ്കിലും വനിതകളുടെ അവകാശത്തിന് വേണ്ടി നിരന്തരം പോരാടുക തന്നെ ചെയ്യുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രമേയത്തെ ഞാൻ പിന്താങ്ങുന്നു. പ്രമുഖരായ സംസാരിച്ചു പോയപ്പോഴത്തേക്ക് ഒന്ന് ഓർമ്മ വന്നത്, വാസ്തവത്തിൽ മേയർ കസേരയില് നമ്മുടെ DGP ഇരിക്കേണ്ടതായിരുന്നു. വനിതാ സംവരണം നിങ്ങൾ അത്രത്തോളം ബഹുമാനിക്കുന്നുവെങ്കിൽ അതവിടെ ഉണ്ടായില്ല. പിന്നെ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി എന്നുള്ള കാലത്തിൽ നിന്നാണ് നമ്മളിവിടെ ഇത്രയും പേര്, എനിക്ക് മുൻപേ പറഞ്ഞ നമ്മുടെ ദീപക്കും നമ്മുടെ ഹരിശേഖരനും ഒക്കെ പറഞ്ഞത് തന്നെ 50% എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ജനറൽ സീറ്റിൽ പോലും ഇന്ന് സ്ത്രീകളെ, ഞാനിവിടെ നിൽക്കുന്നതും ജനറൽ സീറ്റിൽ മത്സരിച്ചാണ്. അപ്പോ എല്ലാ പാർട്ടിയും തന്നെ അതാത് ജയിക്കുന്ന കാൻഡിഡേറ്റിനെ നിർത്തി ജയിപ്പിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അത് സ്ത്രീകളോടുള്ള വിരോധം ഒന്നും കൊണ്ടല്ല. എല്ലാവർക്കും 50% സ്ത്രീകൾക്കുള്ളപ്പോൾ തന്നെ വീണ്ടും ജനറൽ സീറ്റിൽ മത്സരിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിൽ തന്നെ വ്യത്യാസം നാട്ടിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പോഴും നമ്മൾ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയിൽ എത്തി നിൽക്കുന്നില്ല. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഡൽഹിയിൽ പെയ്യുന്ന മഴയ്ക്ക് ഇവിടെ കുടപിടിച്ചിട്ട് കാര്യമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞ ഇവിടുന്ന് എന്റെ കൂടെ ഉള്ളവർ പറഞ്ഞത്. അവിടെ നമ്മൾ പാർലമെന്റിൽ പാസ്സാക്കേണ്ട കാര്യം തിരുവനന്തപുരം നഗരസഭയിൽ പാസ്സാക്കിയിട്ട് എന്താണ് കാര്യം? മേയറിന് മാത്രം മറുപടി പറയുമ്പം അറിയാൻ പറ്റുള്ളൂ. പിന്നെ തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. അതാണ് അതല്ലെങ്കിൽ ഇത് അവിടെ അങ്ങനെയല്ല. അവിടെ ചെയ്യേണ്ട കാര്യം ഇവിടെ പറഞ്ഞിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? അവിടെയാണ് ചെയ്യേണ്ടത്. അവിടെ ചെയ്യേണ്ട കാര്യം നമ്മളിവിടെ പറഞ്ഞിട്ട് എന്താണ് അതിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ മറുപടി അല്ല. പിന്നെ ജഗതി കൗൺസിലർ അവിടെ 33% കാര്യമല്ല, അവര് പറയട്ടെ. 33% സംവരണം ആരാണ് കൊണ്ടുവന്നതെന്ന് നമ്മുടെ ശബരിമല പറഞ്ഞുപോയി. അതുപോലെ തന്നെ തീർച്ചയായിട്ടും നമ്മള്
ഈ വനിതാ സംവരണത്തെ അല്ല എതിർക്കുന്നത്. നമ്മൾ എതിർക്കുന്നത് നിങ്ങൾ കൂട്ടിച്ചേർത്ത് എല്ലാം കൂടെ ഒരു കുളത്തിൽ ഇങ്ങനെ എല്ലാം കൂടെ ഇട്ട് വലയിട്ട് മീൻ പിടിക്കാൻ പോകുന്ന കണക്കുള്ള പ്രവൃത്തിയാണ് നമ്മൾ എതിർക്കുന്നത്. ഈ ബില്ലിൽ വനിതാ സംവരണം മാത്രമേ ഉള്ളൂ. അത് തന്നെ, അത് അനുകൂലിക്കുന്നില്ല. കാരണം നമ്മുടെ ലീഡർ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു അനുകൂലിക്കുന്നില്ല എന്ന്. അപ്പോ ഈ എത്രയാണോ ഇന്ന് നിലവിലുള്ള സീറ്റ് അത്രയും സീറ്റ് വെച്ച് തന്നെയുള്ള ഒരു വനിതാ സംവരണം, വനിതാ ബില്ലാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അല്ലാതെ BJPയുടെ വനിതാ ബില്ലല്ല അംഗീകരിക്കുന്നത്. സജി, അപ്പൊ മഞ്ജു GS, പാപ്പനംകോട് സജി, അത് കഴിഞ്ഞ് അവസാനിപ്പിക്കാണ്. ഇതൊക്കെ പറഞ്ഞ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഡെപ്യൂട്ടി മേയർ അവതരിപ്പിച്ച വനിതാ സംവരണ ബില്ല് പ്രമേയത്തിന് പൂർണ്ണമായി യോജിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ ഭരണസമിതി എന്നും എല്ലാം മറന്നിട്ട് ഇന്ന് വന്നിരുന്ന വ്യക്തികളെ പോലെയാണ് ദീപകൊക്കെ സംസാരിക്കുന്നത്. കഴിഞ്ഞ ഭരണസമിതിയിൽ അവിടെ പാർലമെന്റിൽ എടുത്ത തീരുമാനങ്ങൾക്ക് ഇവിടെ പ്രമേയം പാസാക്കി ഇവിടെ ചുരുട്ടി എറിഞ്ഞിട്ട് പോയവരാണ്. അപ്പൊ അതൊന്നും അത് ഈ സമയത്ത് വരുമ്പോൾ അങ്ങ് മാറിപ്പോയി അല്ലേ? ഒരു മിനിറ്റ്, മറുപടിയിലേക്ക് പോകണ്ട. പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് താങ്കൾക്ക് പറയാനുള്ള പറയുക. ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ വളരെ സ്ത്രീകൾക്ക് പ്രാതിനിധ്യം കൊടുക്കുവാനായിട്ട് നരേന്ദ്രമോദിജി ഒരുപാട് പ്രോജക്റ്റുകൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സ്ത്രീ സംവരണ ബിൽ, ഇവരൊക്കെ പറയുന്ന പോലെ UPA സർക്കാരും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും ബില്ല് പാസ്സായില്ല. 2023 വനിതാ സംവരണ ബില്ല് പാസ്സായത്. എല്ലാവർക്കും വനിതകളെ ഉയർത്തിക്കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയപ്പെടുകയും പല കക്ഷികളിലും കക്ഷി രാഷ്ട്രീയമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വനിതകളെ അടിച്ച് പുറം താഴ്ത്തപ്പെടുന്ന ഒരു അവസ്ഥയിലും കൂടിയാണ്. പിന്നെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആരെ മേയർ വേണമെന്ന് തീരുമാനിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് അറിയാം. വെളിയിലെ മാധ്യമപ്രവർത്തകരുടെ അതുകൊണ്ട് അവിടെ താങ്കൾ 1970 പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പോകേണ്ടത് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യണം. മറുപടിയിലേക്ക് പോകണ്ട. 1971 ജനസംഖ്യാ അടിസ്ഥാനത്തിലാണ് നമ്മുടെ മണ്ഡല പുനർനിർണയവും അതുപോലെ തന്നെ സീറ്റുകളും ഒക്കെ വിഭജിക്കപ്പെട്ടത്. അതിനുശേഷം 71 ശേഷം 1976 2001 ഭേദഗതി ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ അന്നുണ്ടായിരുന്ന അതേ അവസ്ഥ തന്നെയാണ് നിലവിൽ 2026 വരെ പ്രാബല്യത്തിൽ കൊണ്ടുവരാനാണ് അങ്ങനെ ഒരു ബില്ല് പാസ്സാക്കി അങ്ങനെ വെച്ചിരുന്നത്. അപ്പൊ 2023 വനിതാ സംവരണ ബില്ല് വന്നെങ്കിലും 2026 ശേഷമേ പാസ്സാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് നിയമമാക്കി പ്രഖ്യാപിച്ചതിന് കുറെ തുള്ളലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ രാജ്യസഭയും ലോകസഭയും പാസ്സാക്കി പ്രസിഡന്റ് ഒപ്പുവെച്ച നിയമമായല്ലോ അല്ലെ? അതാണ് 2026 നിയമം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭേദഗതിക്ക് വേണ്ടിയിട്ട് അന്ന് 55 കോടി ജനങ്ങൾ ഉണ്ടായിരുന്ന സമയത്തുള്ള ആ അവസ്ഥയാണ്, സീറ്റുകളാണ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത്. അപ്പൊ 2029 അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ ബില്ലിന്റെ പ്രാമുഖ്യം സ്ത്രീകളിൽ എത്തിക്കുവാനുള്ള ഏറ്റവും അടിയന്തര നടപടികളിലുമായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പോയത്. ആ ബില്ലിനെയാണ് കണ്ണുപൊട്ടനും ചെവി കെട്ടിടാത്തവനുമായിട്ടുള്ള വ്യക്തികൾ ഇതിനെ ഒന്നും പഠിക്കാതെ പാർലമെന്റിൽ ചെന്നിരുന്ന് അതിനെ ഇല്ലാതാക്കിയിട്ട് വന്നിരിക്കുന്നു. ആ നിയമം ആ സഭയിൽ ചെന്ന് അതിനെതിരെ വോട്ട് ചെയ്ത് തോപ്പിച്ചിട്ട് വലിയ അഹങ്കാരത്തിൽ ഇവിടെ വന്നിരുന്ന് സംസാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ സീറ്റ് നഷ്ടപ്പെടും. അപ്പൊ അവരുടെ ഉദ്ദേശം നോർത്ത് ഇന്ത്യയിൽ BJPയെ തോപ്പിക്കഴിഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നോർത്ത് ഇന്ത്യയെ തോപ്പിക്കാൻ പറ്റില്ല, അതുകൊണ്ട് സൗത്ത് ഇന്ത്യയിലെ സീറ്റ് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് സാറേ കുടുംബാസൂത്രണമൊക്കെ നടപ്പിലാക്കി പോപ്പുലേഷനൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന സമയത്ത് ഇനി ഒരു ജനസംഖ്യ സെൻസസ് എടുത്തു കഴിഞ്ഞിട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ MP-യുടെ സ്ഥാനം നമുക്ക് 20-ൽ നിന്ന് താഴോട്ട് പോവുകയുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അസംബ്ലി സീറ്റിലും 140 എന്ന് പറയുന്നത് താഴോട്ട് പോവുകയുള്ളൂ. അപ്പൊ ജനപ്രാതിനിധ്യം ഏറ്റവും കുറവ് നമ്മുടെ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ നിന്ന് തെളിയിച്ചിട്ട് വന്ന മഹാന്മാരായ MP-മാരാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്.